ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തുളസി തീർത്ഥം ഗുണകരമോ എന്നുള്ളതിനെ കുറിച്ചാണ്. അമ്പലത്തിൽ പോയി ദർശനം നടത്തി തീർത്ഥം വാങ്ങി സേവിക്കുന്ന പതിവ് ഇന്നും ഭക്തർ തെറ്റിക്കാറില്ല. തീർത്ഥത്തിന് അതിൻ്റെതായ മഹത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ പുണ്യജലം എന്ന് പേരിട്ട് കുടിക്കുന്നത്. ഇതിന്റെ പുണ്യതയും പരിശുദ്ധിയും ചോദ്യം ചെയ്യുന്നവർ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ അംഗീകരിക്കുന്നില്ല. ഹൈന്ദവ ഭവനങ്ങളിൽ ദേവസമാനമായി കരുതിയായിരുന്നു തുളസി നട്ടിരുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വെച്ചിരുന്നതും. അമ്പലത്തിൽ നിന്ന് ലഭ്യമാകുന്ന തുളസി തീർത്ഥത്തിന് ഔഷധത്തിന്റെ ഗുണമുണ്ടെന്നാണ് കണ്ടുപിടുത്തം. ഇതിനു വേണ്ടി തുളസി തീർത്ഥ സേവയ്ക്കു വേണ്ടി ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. വീട്ടിലും തുളസി തീർത്ഥം ഉണ്ടാക്കി സേവിക്കാവുന്നതാണ്. ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന പേരിൽ വിദേശികൾ കണ്ടുപിടിച്ചിരിക്കുന്ന പരിശുദ്ധ ജലത്തിന് തുല്യം നിൽക്കുന്നതാണ് തുളസി ജലവും. ജലമലിനീകരണത്തെക്കുറിച്ച് പരിതപിക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ് ക്ലസ്റ്റേർഡ് വാട്ടർ കണ്ടുപിടിച്ചത്. ആധുനിക ശാസ്ത്രീയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രൂപം നൽകിയ ഈ ശുദ്ധജലം 2 തുള്ളി 1 ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ ഒഴിച്ചാണ് അവർ കുടിക്കുന്നത്. ഇത് ആരോഗ്യരക്ഷയ്ക്ക് ഉത്തമമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്ന തുളസി തീർത്ഥത്തിന് ക്ലസ്റ്റേർഡ് വാട്ടറിന്റെ തുല്യമായ പരിശുദ്ധി ഉണ്ടെന്നാണ് പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ TV ശശികുമാറിന്റെ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിൽ പോയി തന്നെ തുളസി തീർത്ഥ സേവ ചെയ്യണമെന്നില്ല, അല്ലാതെയും ആകാമെന്നാണ് അറിവുള്ളവരുടെ നിഗമനം. അതുകൊണ്ടാണ് പഴമക്കാർ തീർത്ഥജലം വീട്ടിൽ തന്നെ നിർമ്മിച്ചിരുന്നത്. ഒരു പാത്രം വെള്ളമെടുത്ത് പരിശുദ്ധിയോടെ 4-5 തുളസി ഇല്ലെന്നുള്ള ഇട്ട ശേഷം അത് കുടിച്ചാലും ക്ലസ്റ്റേർഡ് വാട്ടറിന്റെ ഗുണം തന്നെയാണ് ചെയ്യുന്നത്. താങ്ക്